സംഭവിച്ചേനെ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണം അത് പല സ്ഥലങ്ങളിലും നിരവധി പരാതികൾ ഇതിനു മുൻപ് തന്നെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തുൾപ്പെടെ ഈ മണ്ണിടിച്ചിൽ സംഭവം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ കോൺക്രീറ്റ് ഉൾപ്പെടെ അടർന്നു വീഴുന്ന പല കാഴ്ചകളും നമ്മൾ ഇതിനു മുൻപേ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഇടുക്കിയിലുള്ളത് എന്നാൽ ആ ഒരു തരത്തിലല്ലെങ്കിലും മറ്റൊരു ഇപ്പോൾ ഈ ഹൈ റേഞ്ചിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഹൈ റേഞ്ച് പാതയിൽ നിർമ്മിക്കുന്ന ഒരു ദേശീയപാതയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഈ മണ്ണ് എടുക്കുന്ന ഈ പ്രക്രിയ അതിനെ സംബന്ധിച്ച് മുൻപ് തന്നെ നിരവധി പരാതികളുണ്ടായിരുന്നു. പലപ്പോഴും കളക്ടർ തന്നെ പ്രദേശത്ത് നേരിട്ടെത്തി അവിടെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് പ്രദേശവാസികൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത്ര വലിയൊരു പ്രതിസന്ധി ഇവിടെയുള്ളവർ നേരിട്ടിരുന്നു. എന്നാൽ ഈ മണ്ണിടിച്ചിൽ അത് ഇങ്ങനെ ഇപ്പോൾ ഈ സംഭവിച്ചതുപോലെ ഇത്ര വലിയ തോതിലൊന്നും പ്രദേശത്ത് ഇതിനു മുൻപേ സംഭവിച്ചിരുന്നില്ല. ഇടുക്കിയിലെ കാലാവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് അവിടെ ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ യെല്ലോ അലേർട്ടും ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇന്നലെയും ഇന്നും അവിടെ മറ്റ് അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മഴയും കുറഞ്ഞു നിന്നതായിട്ടാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രദേശത്ത് നിർത്താതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു മണ്ണ് അതിൻ്റെ ഒരു ബലം അത് വളരെയധികം കുറയുകയും ഇടിഞ്ഞു വീഴാൻ ഉള്ള പാകത്തിന് എത്തുകയും ചെയ്തത്. ഈ ഒരു പ്രദേശത്ത് നിന്ന് അതിൻ്റെ ഒരു പാളി അടർന്ന് താഴേക്ക് വീഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ അവിടെ സംഭവിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ റവന്യൂ അധികൃതർ അവരുടെ ഭാഗത്തു നിന്നൊരു മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. അവർ പെട്ടെന്ന് തന്നെ അലേർട്ട് ആവുകയും പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. 22ഓളം കുടുംബങ്ങളെ ഇവിടെ നിന്ന് പാർപ്പിച്ചിരുന്നു. ഈ അപകടം ഈ ഒരു മണ്ണിടിച്ചിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ ഇവരും ഇവിടെ നിന്ന് മാറിപ്പോയതാണ് ബിജുവും സന്ധ്യയും. എന്നാൽ ഇത്തരത്തിൽ ഇത്ര വലിയൊരു ദുരന്തം അത് ഈ മാറിപ്പോയ കുടുംബങ്ങൾ ഈ 22 കുടുംബങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ബിജുവും സന്ധ്യയുമാണെങ്കിലും അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര വലിയൊരു ദുരന്തമാകും പ്രദേശത്ത് സംഭവിക്കാൻ. ഇവരെ സമീപത്തെ മാറ്റി പാർപ്പിച്ച ക്യാമ്പിൽ തന്നെയായിരുന്നു അല്ലെ ഈ 22 കുടുംബങ്ങൾക്കൊപ്പം കഴിഞ്ഞിരുന്നത് ഇന്നലെ മുതൽ. അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് അജയ് ഈ വീട്ടിലേക്ക് ആ സമയം മടങ്ങിയെത്തിയത്? ഇവർ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട രേഖകൾ എടുക്കാനുമാണ് വീട്ടിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവർ ഈ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നില്ല, ഇവർ ഒരു ബന്ധു വീട്ടിലേക്കാണ് മാറി താമസിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ അവിടെ നിന്നാണ് ഈ രേഖകൾ എടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയത്. ഈ മറ്റ് 22 കുടുംബങ്ങളെ പോലെ ഇവർ പോലും ഈ പ്രദേശത്ത് ഇത്ര വലിയ ദുരന്തമുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ സാധാരണ രീതിയിൽ വീട്ടിലേക്ക് വന്ന് അധികം ഇരുട്ടുന്നതിന് മുൻപേ തിരിച്ചു പോകാം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇവർ അവിടെ എത്തിയത്. അപ്പോഴാണ് ഇത്ര വലിയൊരു ദുരന്തം അത് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നത്. ഈ ദൃക്സാക്ഷികൾ പറയുന്നത് വലിയൊരു ശബ്ദം പ്രദേശത്തേക്ക് കേൾക്കുകയും ഈ പാറ ഉൾപ്പെടെ ഈ മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. അതുപോലെ ഇതിനകത്ത് അജയ്, ഞാൻ അജയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഒരു വലിയ വിള്ളലുണ്ടായിരുന്നു ഒരു 2-3 ദിവസം മുമ്പ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് വിവരിക്കുന്ന നാട്ടുകാരുടെ ഒരു ദൃശ്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യം ആദ്യം ഒന്ന് കാണാം. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇത് തള്ള ഇതോട്ടോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ പൊന്നാ, ഇത് അതെ തൽക്കാലം ഈ സാധനം പോയി കഴിഞ്ഞാൽ ഇതിൽ പോവുള്ളൂ, മറ്റേ ഇതിലടിച്ച് പോവുള്ളൂ. ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, കാല് താന്ന് പോവാ. കണ്ടില്ല എന്ന് പറഞ്ഞു. ഇതുണ്ടോ അളിയാ? ഇതേ നമ്മൾ പറയും പോലല്ലേ ഇത് പെരുമഴ ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഈ കൃഷി മൊത്തം ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇത് തള്ള ഇതോട്ടോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ പൊന്നാ, ഇത് അതെ തൽക്കാലം ഈ സാധനം പോയി കഴിഞ്ഞാൽ ഇതിൽ പോവുള്ളൂ, മറ്റേ ഇതിലടിച്ച് പോവുള്ളൂ. ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, കാല് താന്ന് പോവാ.
സമാധാനം ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം മുന്നിൽ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാർക്ക് ആ ഒരു വിള്ളൽ രൂപപ്പെട്ട ഘട്ടത്തിൽ തന്നെ മനസ്സിലായി എന്നുള്ളതാണ്. അവരതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചിത്രീകരിച്ച് വെച്ചിരുന്നു. ഈ അപകട സാധ്യത മുന്നിൽ കണ്ട് അവരതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ വലിയൊരു മഴ പെയ്താൽ അവിടെയുള്ള കൃഷിയിടവും വീടും എല്ലാം തകർക്കുന്ന തരത്തിലേക്ക് മണ്ണിടിയുമെന്നുള്ള ആശങ്ക അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിള്ളലുണ്ടായ ഘട്ടത്തിലാണ് അവിടുത്തെ നാട്ടുകാർക്ക് ഇത്ര വലിയൊരു ആശങ്ക ഉണ്ടായത് എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ മണ്ണെടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അത് അശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണെടുക്കുന്നത്, അശാസ്ത്രീയമായ പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അവർ നിരന്തരം പ്രതിഷേധം അറിയിച്ചിരുന്നു. പക്ഷെ അപ്പോഴും ആ പ്രതിഷേധമോ പരാതിയോ ഒന്നും വകവെക്കാതെ അവിടെ പ്രവർത്തനം തുടരുകയായിരുന്നു എന്നതായിരുന്നു സാഹചര്യം. അതാണ് ഇത്രത്തോളം വലിയൊരു അപകടത്തിലേക്ക് പിന്നീട് ഇപ്പോൾ ഇതാ ആ സാഹചര്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അജയ് സുധാ ബിജു നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, ഇപ്പോൾ നമ്മൾ കണ്ടു നേരത്തെ തന്നെ ഒരു വിള്ളൽ അവിടെ രൂപപ്പെട്ടിരുന്നു. ആ വിള്ളൽ ഒരു വലിയ മഴ പെയ്താൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കും എന്നുള്ള ആശങ്ക നാട്ടുകാർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും ഈ ഒരു വിള്ളൽ അത് ഉണ്ടായപ്പോൾ തന്നെ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടൊരു പ്രവർത്തനം ഉണ്ടായിട്ടാണ് ഇവരെ ഈ പ്രദേശവാസികളായിട്ടുള്ള ഈ 22 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ ഇന്നലെ ഒരു ദിവസം അതുപോലെ ഇന്നും മഴ മാറി നിൽപ്പുണ്ട് പ്രദേശത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് ഇത്രത്തോളം കുറയ്ക്കാനായത്. ഒരുപക്ഷെ മഴ പെയ്തിരുന്നുവെങ്കിൽ രക്ഷാപ്രവർത്തനം അത് കൂടുതൽ ദുഷ്കരമായേനെ. അതുപോലെ തന്നെ മണ്ണ് ഇടിഞ്ഞു വീണത് അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ടായിരുന്നു. കൂടുതൽ വീടുകളിലേക്കും ഈ മാറ്റിപ്പാർപ്പിച്ചതല്ലാതെ മറ്റ് വീടുകളിലേക്കും ഉൾപ്പെടെ ഈ മണ്ണും അതുപോലെ തന്നെ മറ്റ് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഈ മഴ മാറി നിന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയായി. രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിച്ചു. ഇന്നലെ രാത്രി മുതൽ തന്നെ അങ്ങനെ ഒരു വലിയ മഴ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രദേശത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് വളരെ വേഗം ഇവിടെ നിന്ന് കോൺക്രീറ്റ് ബീമുകൾ മാറ്റാനും അതുപോലെ തന്നെ മണ്ണ് മാറ്റാനും ഉൾപ്പെടെ സാധിച്ചു. JCB ഉൾപ്പെടെ എത്തിച്ചാണ് ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റിയത്. അതുപോലെ തന്നെ കോൺക്രീറ്റ് ബീമുകൾ തകർത്ത് എടുക്കാൻ ഉൾപ്പെടെ വളരെയധികം സമയമെടുത്തു. അതാണ് ഈ രക്ഷാപ്രവർത്തനം 5 മണിക്കൂറിലധികം നീണ്ടുപോകാൻ കാരണമായത്. ഇവർ ഈ കുടുങ്ങിക്കിടന്നത്, ബിജുവും സന്ധ്യയും കുടുങ്ങിക്കിടന്നത് ഈ കോൺക്രീറ്റ് ബീമുകളും അതുപോലെ കോൺക്രീറ്റ് ബീമുകൾക്കും ഭിത്തിക്കും ഇടയിലാണ് എന്നാണ് വീട്ടിലെ ഉപകരണങ്ങൾ അത് ഇവരുടെ ദേഹത്തേക്ക് വന്ന് വീണ് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ നിന്ന് ഇവരെ പുറത്തേക്ക് എത്തിക്കുക അത് വളരെയധികം ദുഷ്കരമായിരുന്നു. ഇന്നലെ രക്ഷാപ്രവർത്തനം അതിൻ്റെ ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ ഈ സന്ധ്യയുമായി രക്ഷാപ്രവർത്തകർക്ക് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. സന്ധ്യയുമായി രക്ഷാപ്രവർത്തകർ നിരന്തരം ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. എന്നാൽ ബിജു ആദ്യഘട്ടം മുതൽ തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു അപകടം നടന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം നടന്നിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തിയതിന് ശേഷം ഇന്ന് തന്നെയാകും ഈ സംസ്കാരം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സന്ധ്യ ഇപ്പോൾ നിലവിൽ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇവരുടെ മകൻ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. ക്യാൻസർ ബാധിതനായി കഴിഞ്ഞ വർഷം ഇവരുടെ മകൻ മരിക്കുകയുണ്ടായിരുന്നു. ഈ ബിജുവിന് മറ്റ് തടിപ്പണി ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്താണ് ഇദ്ദേഹം കുടുംബം പുലർത്തിയിരുന്നത്. മകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വളരെ നിർധനമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. അതിനിടെ മകൻ മരിച്ച ആ ദുഃഖത്തിൽ നിന്ന് കരകയറുന്നതിനിടയിലാണ് ഇത്തരമൊരു വലിയ ദുരന്തം കൂടി ആ കുടുംബത്തിനെ തേടിയെത്തിയത്. ഇതിലവരുടെ വീടും അതുപോലെ തന്നെ ആ ഗൃഹനാഥൻ ഉൾപ്പെടെ അവരെ വിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇനി